ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനും കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവുമായ പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാരസമ്പൂർണമായ ഒരു ഉദ്ഘാടന പ്രസംഗം ഇവിടെ ഇതിനകം നടന്നു കഴിഞ്ഞു. ഘടകകക്ഷിയുടെ ധാരാളം നേതാക്കന്മാർ ഈ വേദിയിൽ ഇനിയും സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സുധാകരേട്ടനെ കണ്ണൂരുകാരുടെ മുമ്പിൽ വന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, മറ്റു ജില്ലകളിലെ UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രവർത്തനം രീതിയല്ല കണ്ണൂരിലുള്ളത്. ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് കണ്ണൂർ ജില്ലയിലെ UDFന്റെ പ്രവർത്തകർ. ഞാനിപ്പോ ഈ വേദിയിലിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ജയന്തേട്ടനുമായി സംസാരിക്കുകയായിരുന്നു. ബഹുമാന്യനായ കെ സുധാകരൻ മാത്രം 28 മൃതദേഹങ്ങളാണ് ഏറ്റുവാങ്ങിയത്. CPMകാർ അറുകൊല ചെയ്ത എത്ര മനുഷ്യജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞുപോയത്. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക്, അരിയിൽ ശുക്കൂർ ഉൾപ്പെടെയുള്ള എത്ര ആളുകളെയാണ് നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. ഇത് മരിച്ചുപോയവരുടെ കണക്ക് മാത്രമാണ്. എന്നാൽ മരണത്തിന്റെ വക്കിലെത്തി ജീവിതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ കണ്ണൂർ ജില്ലയിലുണ്ട്. ഈ കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നവരാരാണ്? കണ്ണൂരിലെ CPIM നേതൃത്വമല്ലേ? കണ്ണൂരിൽ CPMനൊരു വിജയമുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ ആ വിജയം? TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ട് ആ മനുഷ്യൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തെ കുലംകുത്തി തന്നെയാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ഈ കണ്ണൂർ ജില്ലക്കാരനാണ്. ഞങ്ങളെ ശുക്കൂർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജയരാജൻ ഈ ജില്ലക്കാരനാണ്. TPയെ കൊന്നു തള്ളിയ കേസിൽ കോടതി ശിക്ഷിച്ച കുഞ്ഞനന്ദനെ കുഞ്ഞനന്തേട്ടൻ എന്ന് പറഞ്ഞ മഹത്വവൽക്കരിച്ച ശൈലജ ടീച്ചർ ഈ ജില്ലക്കാരിയാണ്. എന്തിനേറെ പറയുന്നു, തൊട്ടപ്പുറത്തുള്ള കോഴിക്കോട് ജില്ലയിലെ അസ്ലമിനെ കൊന്നു തള്ളിയവർ ഈ ജില്ലയിൽ നിന്നുള്ള CPMന്റെ പ്രവർത്തകരാണ്. കൊടിസുനിയും കിർമാനി മനോജും മുഹമ്മദ് ഷാഫിയും അടക്കമുള്ള ആകാശ് തില്ലങ്കേരിമാരടക്കമുള്ള എത്ര കൊലയാളികളാണ് ഈ ജില്ലയിലുള്ളത്. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, രാജ്യത്ത് BJPയെ താഴെ ഇറക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 UDFന്റെ സ്ഥാനാർത്ഥികളും വിജയിക്കണമെന്ന് ഓരോ UDFകാരനും ആഗ്രഹമുണ്ട്. ഒരു ലീഗുകാരൻ എന്ന നിലക്ക് ഞാൻ പറയട്ടെ, ഈ 20 സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോൾ ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾ, മലപ്പുറത്തെയും പൊന്നാനിയിലെയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കണം എന്ന് ഞങ്ങൾ ലീഗുകാർക്ക് പ്രത്യേകിച്ച് ആഗ്രഹമുണ്ട്. എന്നാൽ യൂത്ത് ലീഗിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ പറയട്ടെ, ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ 20 സ്ഥാനാർത്ഥികളിൽ ആദ്യം വിജയിക്കേണ്ട സ്ഥാനാർത്ഥി കെ സുധാകരനാണ് എന്ന്
ഞാൻ അഭിമാനത്തോടു കൂടി പറയും, അതിനുവേണ്ടി ആഗ്രഹിക്കും. കാരണം ഇവിടെ CPM തോൽക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ഈ നാട് ഒന്നിച്ചു നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ 28 മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാൾക്ക് എങ്ങനെയാണ് ആ പാർട്ടിയുമായി കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുക? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കാബാലിക രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ പേരാണ് കെ സുധാകരൻ എന്ന് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ UDFന്റെ പ്രവർത്തകർ ഓരോരുത്തരും പറയും. പിന്നെ സുധാകരനോട് ഞാൻ പറയട്ടെ, 20 സ്ഥാനാർത്ഥികളുടെ പേരും വന്നപ്പോ നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെക്കണം എന്ന് തോന്നിപ്പോയി. എത്ര ഗംഭീരമായ ലിസ്റ്റാണ്. ഞങ്ങളുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞു, UDFന്റെ ഏറ്റവും മനോഹരമായ ലിസ്റ്റാണ് കോൺഗ്രസ് പട്ടിക കൂടി പുറത്തു വന്നതോടുകൂടി നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ വടകരയിൽ ഞാനും പോയിരുന്നു. മെസ്സിയൊക്കെ ഇറങ്ങിയതുപോലെയല്ലേ ഷാഫി പറമ്പിൽ വടകരയിൽ ഇറങ്ങിയത്? എന്നിട്ട് CPMകാര് ചോദിക്കാണ്, പാലക്കാട് BJP ജയിച്ചു പോകില്ലേന്ന്. ഇവന്റെ വർത്തമാനം കേട്ടത്തൊന്നും പാലക്കാട് BJPയെ തോൽപ്പിച്ചത് CPM ആണെന്ന്. മെട്രോമാനെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിച്ച ഒരു വ്യക്തിയെ പാലക്കാടിന്റെ മണ്ണിൽ തോൽപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDFനും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ ഇനിയും നിലം തൊടാതെ തോൽപ്പിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കും. അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്ന് നിങ്ങളുടെ സഹായം വേണ്ട. പിന്നെ ബഹുമാന്യനായ കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക്, അദ്ദേഹം തൃശ്ശൂരിൽ എത്തിയപ്പോ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പറയാണ്, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോവുകയാണെന്ന്. പ്രജകളെ ഒന്നും കാണുന്നില്ലല്ലോ എന്നാണ് പറയണത്. മൂപ്പരിപ്പോഴും പഴയ നാട്ടുരാജാവാണെന്നാണ് വിചാരം. നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരില്ല. കെ മുരളീധരൻ ഡൽഹിയിലേക്ക് പോകും, നിങ്ങൾ സിനിമയിലേക്ക് തന്നെ മടങ്ങിപ്പോകും എന്നത് തൃശ്ശൂരിന്റെ ഉറപ്പാണ്. പിന്നെ ആലപ്പുഴയിൽ ബഹുമാന്യനായ KC വേണുഗോപാലിനെതിരെ, സംഗതി KC നല്ല ആളൊക്കെയാണ്, പക്ഷെ അദ്ദേഹം രാജ്യസഭയിലെ രാജസ്ഥാനിൽ നിന്നുള്ള അംഗമല്ലേ, അതുകൊണ്ട് അത് കോൺഗ്രസ് നഷ്ടമാവില്ലേ? ഓ, എന്തൊരു സ്നേഹമാണ് കോൺഗ്രസിനോട്. രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ഒരെണ്ണം കുറഞ്ഞു പോകുന്നതിനുള്ള വിഷമം CPMകാർക്ക്. 2004 ഒന്നാം UPA സർക്കാരിന് ഇവര് പിന്തുണ കൊടുത്തിട്ട് ആണവ കരാറിന്റെ പേര് പറഞ്ഞ് പിന്തുണ പിൻവലിച്ചു എന്ന് മാത്രമല്ല, BJPയുടെ ഒപ്പം കൂടി ആ മന്ത്രിസഭയെ താഴെയിറക്കാൻ നോക്കിയവരല്ലേ ഇവര്. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് RSSന്റെ കൂടെ ഈ രാജ്യത്ത് മുദ്രാവാക്യം മുടക്കിയ പാർട്ടിയുടെ പേര് CPM എന്നല്ലേ? ആ CPM ആണോ കോൺഗ്രസിന്റെ ഒരു രാജ്യസഭാ സീറ്റ് സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത്? ഞങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ UDFന് 20ൽ 20 സീറ്റും കിട്ടിയാൽ ഇന്ത്യ മുന്നണിയുടെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് നടന്നു കയറുമ്പോ ആരൊക്കെയുണ്ട് അനുകൂലിക്കാൻ എന്ന് ചോദിക്കുമ്പോ വിറയിലില്ലാതെ കൈപൊക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ 20 MP ജയിക്കണമെന്നുള്ളത് ഈ നാടിന്റെ വിശ്വാസമാണ്. അവിടെ ഒരാൾ അപ്പുറത്ത് ജയിച്ചാൽ ഒന്നാം UPA താഴെയിറക്കാൻ വേണ്ടി BJPയുടെ കൂടെ കൂടിയതുപോലെ നിങ്ങൾ പിന്നെയും കൂടെ കൂടില്ല എന്നതിന് എന്താണ് ഉറപ്പ്? മുംബൈയിൽ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോ ആ യോഗത്തിൽ ഒരു പ്രതിനിധിയെ കൊടുക്കാൻ വേണ്ടി സീതാറാം യെച്ചൂരിയോട് പറഞ്ഞു. യെച്ചൂരി ഉടനെ കേരള ഘടകത്തെ വിളിച്ചു ചോദിച്ചു, എന്താ കാര്യം? കേരളത്തിൽ നിന്നാണ് വിമാനത്തിന് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത്, വേറെ ഒരു സംസ്ഥാനത്തും ഭരണമില്ല, പണം മുഴുവൻ ഇവിടുന്നാണ്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ണുരുട്ടി. അപ്പോ യെച്ചൂരി പറഞ്ഞു, പേരില്ല. ഇന്ത്യ മുന്നണിക്കകത്തേക്ക് ഒരു പേര് പോലും കൊടുക്കാത്തവർ രാജ്യത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഇവർ കൈവെക്കുമെന്നതിന് എന്തുറപ്പാണുള്ളത്? അതുകൊണ്ടാണ് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണ 20ൽ 19 ഇവിടെ ചെന്നിത്തല ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞു,
ഇത്തവണ 20-20 നേടുക എന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ഓരോരുത്തരുടെയും ഈ നാട്ടിൽ മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ താല്പര്യമാണ് എന്ന് ചേർത്ത് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നീ വേറൊന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിലും ആരാണ് BJPക്ക് വോട്ട് ചെയ്യുക? ഇന്നത്തെ ഒരു കാര്യം ഇവിടെ നേരത്തെ സ്വാഗതം പറഞ്ഞ ആള് പറഞ്ഞില്ലേ, സ്വിസ് ബാങ്കിൽ UPA രാജ്യം ഭരിക്കുമ്പോ സ്വിസ് ബാങ്കിലെ കള്ളപ്പണ അക്കൗണ്ടിന്റെ വിവരം പുറത്തുവിടാൻ വേണ്ടിയാണ് ഞങ്ങൾ അധികാരത്തിൽ കയറുന്നത് എന്ന് പറഞ്ഞവരാണ് BJP. അവർ അധികാരത്തിൽ കയറിയിട്ട് SBയുടെ അക്കൗണ്ട് പുറത്തുവിടുന്നില്ല. BJPക്ക് ആരൊക്കെ സംഭാവന കൊടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ BJP തയ്യാറാകുന്നില്ല. അപ്പോഴാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞത്, പേര് പുറത്തുവിട്ടില്ല എങ്കിൽ SBI കോടതിയലക്ഷ്യ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും. സകലത്തിലും അഴിമതി നടത്തുന്ന ഒരു ഗവൺമെന്റ്. സ്വിസ് ബാങ്കിലെ അക്കൗണ്ട് പൂട്ടിക്കാൻ പോയവർ ഇവിടെ SBIയിലെ BJPക്ക് സംഭാവന കൊടുത്തവരുടെ പേര് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ, സകലതും പ്രൈവറ്റൈസ് ചെയ്യുന്ന, അംബാനിമാർക്ക് തീരെ എഴുതി കൊടുക്കുന്ന, നമ്മൾ എയർപോർട്ട് പോയി, വിമാനങ്ങൾ പോയി, എയർ ഇന്ത്യ ഇല്ല, എയർ ഇന്ത്യ എക്സ്പ്രസ് ഇല്ല, തുറമുഖങ്ങളില്ല, എല്ലാം സ്വകാര്യ മേഖലക്ക് എഴുതി കൊടുത്തു. എന്നിട്ടോ ഫോട്ടോക്ക് ഒരു കുറവില്ല. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളൊന്ന് പോയി നോക്ക്, നരേന്ദ്രമോദിന്റെ സെൽഫി പോയിന്റ്. എന്തിനാണ് സെൽഫി പോയിന്റ്? ഈ രാജ്യത്തിന് അദ്ദേഹം എന്താ ചെയ്തത്? ഈ നാടിന് അദ്ദേഹം എന്താ ചെയ്തത്? കേരളത്തിലെ റെയിൽവേക്ക് അദ്ദേഹം എന്താ ചെയ്തത്? 2 വന്ദേ ഭാരത് കൊടുത്തതാണോ 10 കൊല്ലം കൊണ്ട്? നിങ്ങളെ ജില്ലക്കാരനൊരാൾ കേന്ദ്രത്തിൽ റെയിൽവേ സഹമന്ത്രിയായി 19 മാസക്കാലം ഇരുന്നിരുന്നു. ആ മനുഷ്യൻ 19 മാസം കൊണ്ട് കേരളത്തിന് സമ്മാനിച്ചത് 19 ട്രെയിനാണ്. ആ മനുഷ്യന്റെ പേര് ഈ അഹമ്മദ് എന്ന് പറയുന്ന UPAയുടെ കേന്ദ്രമന്ത്രിയാണ്. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ സെൽഫി പോയിന്റ് വെച്ചിരുന്നോ? റെയിൽവേ സ്റ്റേഷനിലെ സെൽഫി പോയിന്റ് അവിടെ നിൽക്കട്ടെ, നമ്മളെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പോലും നരേന്ദ്രമോദിയുടെ ഫോട്ടോ ആയിരുന്നില്ലേ? ഒരാൾ UAE പോയി, അപ്പൊ എമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു, എവിടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു. ഇയാൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. നോക്കുമ്പോ ഫോട്ടോ നോക്കി, ഇയാളെ മുഖത്തേക്ക് നോക്കി, ഇത് നിങ്ങളുടെ ഫോട്ടോ അല്ലല്ലോ. അയാൾ പറഞ്ഞു, സാർ ഇത് ഞങ്ങളുടെ പ്രധാനമന്ത്രിന്റെ ഫോട്ടോ ആണ്. പ്രധാനമന്ത്രിന്റെ ഫോട്ടോ ഒന്നല്ല, കള്ളം പറയണം, മാറിക്കും, ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞു. അടുത്ത ആൾ വന്നു, അയാളും വാക്സിൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. നോക്കുമ്പോൾ വീണ്ടും അതേ ഫോട്ടോ. അയാളോടും മാറി നിൽക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ ആളും 4-ാമത്തെ ആളും ഒക്കെ വന്നപ്പോഴാണ് ഈ എമിഗ്രേഷൻ ഓഫീസർക്ക് മനസ്സിലായി, മാതിരി ഒരു ഊച്ചാളിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പോലും പിന്നെ കക്കൂസിന്റെ മുകളിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? എവിടെയും തന്റെ തല ഫുൾ ഫിഗർ. ക്യാമറമാന്റെ ഇടയിൽ എങ്ങാനോ ആരെങ്കിലും വന്നു നിന്നാൽ അപ്പ അയാളെ തട്ടിമാറ്റും. 10 കൊല്ലം ഈ രാജ്യം ഭരിച്ച ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ലേ ഇതിന്റെ മുമ്പ്, UPA ഗവൺമെന്റ്? ഞാൻ 2 കാര്യം പറയാം. തൊഴിലുറപ്പ് പദ്ധതി നമ്മളൊന്നും എവിടെയും പറയാറില്ല, നമുക്കത് വലിയ കാര്യമില്ല. ആസാമിലെ തോട്ടം തൊഴിലാളികൾക്ക് ഒരു ദിവസം 30 രൂപ കൂലി കൊടുക്കുന്ന ഒരു രാജ്യത്താണ് 125 രൂപ മൻമോഹൻ സിംഗ് കൊടുക്കുന്നത്. തോട്ടം തൊഴിലാളികൾ പറഞ്ഞു, ഇനി ഞങ്ങളില്ല തോട്ടം തൊഴിലേക്ക്, ഞങ്ങൾക്ക് 125 ഇവിടെ കിട്ടുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ 30 രൂപയ്ക്ക് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. ജാർഖണ്ഡിലെ കൽക്കരിക്കനികളിലെ തൊഴിലാളികൾ പറഞ്ഞു, ഞങ്ങൾക്ക് 25 രൂപ പോരാ, 125 അവിടെ കിട്ടും ഞങ്ങൾക്ക്, ഉച്ചവരെ ഒരു കാന വൃത്തിയാക്കിയാൽ. തോട്ടം തൊഴിലാളികൾക്ക് കൂലി കൊടുക്കേണ്ടി വന്നു, മാസങ്ങളോളം അടച്ചുപൂട്ടിയതിനു ശേഷം. ഇതും ആരുടെ കയ്യിലേക്കാ പണം കൊടുത്തത്? സ്ത്രീകളുടെ കയ്യിലേക്ക്. പുരുഷന്മാർ ഈ 30 രൂപ കിട്ടിയിട്ട് ചാരായം അടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങും, ഭാര്യ 2 അടിയെടുത്ത് അടിച്ചിട്ട്. വീട്ടിൽ ദാരിദ്ര്യമാണ്, ഭക്ഷണമില്ല, കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. അപ്പോഴാണ് അമ്മമാരുടെ കയ്യിലേക്ക് ഡോക്ടർ മൻമോഹൻ സിംഗ് പണം കൊടുത്തത്. രാജ്യത്ത് എന്തോരം മാറ്റമുണ്ടായി. 2006 ലോകം മുഴുവനും സാമ്പത്തികമായി തകർന്നു തരിപ്പണമായപ്പോ ഒരു രാജ്യം മാത്രം തകരാതെ നിന്നു. അതിന് കാരണക്കാരൻ മറ്റാരുമായിരുന്നില്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എന്ന് പറഞ്ഞത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയാണ്. ഗോവിന്ദമാഷ് നാട് നീളെ വന്ന് പ്രസംഗിക്കുകയാണ്, ഈ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ വകയാണ്. ഞാൻ വെല്ലുവിളിയോടെ ചോദിക്കുകയാണ്, ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ CPM-ന് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് തെളിയിച്ചാൽ അന്ന് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. പച്ചക്കള്ളം പറയാം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു, CPM-ന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനാണോ? ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, RTI ഒരു 10 രൂപക്ക് ഒരു വെള്ള പേപ്പറിൽ
നിങ്ങൾക്കൊരു കാര്യം അറിയണമെങ്കിൽ ആദ്യം MP-യുടെ കാല് പിടിക്കണം, പാർലമെന്റിൽ ചോദ്യം ചോദിക്കണമെങ്കിൽ. നിയമസഭയിൽ MLA-മാർക്ക് ചോദ്യം ചോദിക്കാൻ കഴിയും, സാധാരണക്കാരന് ചോദിക്കാൻ കഴിയില്ല. ഒരു 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചൊരു വെള്ള പേപ്പറിൽ ഈ നാട്ടിലെ ഏത് ഉദ്യോഗസ്ഥനോടും ഒരു ചോദ്യം ചോദിച്ചാൽ അവൻ മറുപടി കൊടുക്കണമെന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈ രാജ്യത്ത് പാസാക്കിയ ഗവൺമെന്റിന്റെ പേര് UPA ഗവൺമെന്റ് എന്ന. നമുക്ക് വിലയുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നേരം വെളുക്കുവോളം പറയാനില്ലേ? ആ ഗവൺമെന്റിനെ താഴെ ഇറക്കിയിട്ടല്ലേ നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ കൊണ്ടുവന്നത്? അതിന് കൂട്ടുനിന്നവരല്ലേ കേരളത്തിലെ CPM-കാർ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, നമുക്ക് അധികാരം കിട്ടുമോ? നിങ്ങൾ 2-3 സ്റ്റേറ്റ് മാത്രം എടുക്കൂ. കർണാടകയിൽ 28 MP-മാരുടെ എണ്ണം. ഒരു സീറ്റാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ചത്. ആ കർണാടകയിൽ നമ്മൾ അധികാരം പിടിച്ചില്ലേ? തെലങ്കാനയിൽ 17 സീറ്റ്. അവിടെ 3 സീറ്റാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയത്. അവിടെ നമ്മൾ അധികാരം പിടിച്ചില്ലേ? അവിടെ 17 നമ്മൾ ജയിക്കില്ലേ? ആന്ധ്രയിൽ 23 സീറ്റാണ്. ആ ആന്ധ്രയിൽ നമുക്കുള്ളത് 3 സീറ്റാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അവിടെ ശർമിള വന്നതോടുകൂടി ആന്ധ്രയിലെ മഹാഭൂരിപക്ഷം സീറ്റുകൾ നമ്മൾ ജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നമ്മൾ കാണുന്നില്ലേ? സൗത്ത് ഇന്ത്യയിലെ മാത്രം കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വടക്കേ ഇന്ത്യയിലെയും സ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുള്ള UP 80 പാർലമെന്റ് സീറ്റാണ്. അവിടെ 62 സീറ്റാണ് കഴിഞ്ഞ തവണ BJP-ക്ക് കിട്ടിയത്. അവിടെ കഴിഞ്ഞ തവണ എല്ലാവരും വേറെ വേറെ നിന്നു. സമാജ്വാദി പാർട്ടി വേറെ, BSP വേറെ, കോൺഗ്രസ് വേറെ. രാഹുൽ ഗാന്ധി അടക്കം തോറ്റുപോയ തെരഞ്ഞെടുപ്പ്. അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യമായില്ലേ? ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും സഖ്യമായില്ലേ? ഗോവയിൽ, ഹിമാചൽ പ്രദേശിൽ, വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മുഴുവൻ. ബീഹാറിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് 1 സീറ്റ് ബീഹാറിൽ. ആ ബീഹാറിൽ 42 സീറ്റ് ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. ബീഹാറിൽ 1 സീറ്റ്. അവിടെ നിതീഷ് കുമാറിനെതിരായി ജനവിധി എഴുതാൻ കാത്തിരിക്കാൻ ആൾക്കാർ. ഇന്ത്യയുടെ പാർലമെന്റിൽ 272 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയാണ് അധികാരത്തിൽ വരാൻ വേണ്ടത്. നിങ്ങൾ ഈ കണക്കൊക്കെ ഒന്ന് കൂട്ടി നോക്ക്. 272 അല്ല, 300 സീറ്റ് കിട്ടാൻ ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രയാസവുമില്ല എന്ന് ഓരോ സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുന്നില്ലേ? ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നില്ലേ? അദ്ദേഹത്തെ കളിയാക്കല്ലേ കേരളത്തിലെ CPM-കാർ? എന്നിട്ടും കശ്മീരിൽ നിന്ന്, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക്, പിന്നെ മണിപ്പൂരിൽ നിന്ന് ബോംബെയിലേക്ക് രാജ്യത്ത് മാറ്റം ഉണ്ടാകും, ഒരു സംശയം വേണ്ട. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയാറുണ്ട്, രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ടയിൽ വിശേഷ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ദേശീയ പതാക ഉയർത്താറുള്ള കാലം വരാറുണ്ട്. ഒരു കാലം വരും, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തുന്ന ഒരു കാലം വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ CPM-കാരൻ ഞങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് ആരാ വോട്ട് ചെയ്യുക? CPM-കാരൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യോ? ഈ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് നീതി കാണിച്ചിട്ടുണ്ടോ? ഇവിടെ പെൻഷന്റെ കാര്യം ബാക്കിയൊക്കെ പോട്ടെ, അതൊക്കെ ഞങ്ങൾ സാധാരണക്കാരുടെ കാര്യമല്ലേ, ഇത് പാവങ്ങളുടെ കാര്യമല്ലേ. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരന് നീതി കിട്ടിയിട്ടുണ്ടോ? ഇവിടെ കിടക്കുന്നില്ലേ ഒരാൾ ജീവശവമായി കിടക്കുന്ന സഖാവ് പുഷ്പൻ? എന്തിനാ സഖാവ് പുഷ്പൻ ജീവശവമായി കിടക്കുന്നത്? സോഷ്യൽ കോളേജിനെതിരെയുള്ള സമരത്തിന്റെ പേരിൽ വെടിയേറ്റിട്ടല്ലേ രാജീവും റോഷനും ശിബുലാലും ബാബുവും മധുവും ഈ ലോകത്തോട് വിട പറഞ്ഞത്? സോഷ്യൽ കോളേജിനെതിരെയുള്ള സമരത്തിന്റെ പേരിലല്ലേ? നിങ്ങൾ എന്താ തീരുമാനിച്ചത്? സോഷ്യൽ കോളേജിലെ വിദേശ സർവകലാശാല കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. എന്നിട്ട് ഗോവിന്ദ മാഷോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഉത്തരം. അല്ലെങ്കിൽ മൂപ്പര് പറയുന്ന വർത്താനം ആർക്കെങ്കിലും മനസ്സിലാവോ? മൂപ്പര് ഒരിക്കൽ പറയാണ്, ഒരു അദ്ദേഹത്തിന്റെ ജാഥയിൽ അദ്ദേഹം പറയാണ്, ഇവിടെ വന്ന നിങ്ങളല്ല യഥാർത്ഥത്തിലുള്ള നിങ്ങൾ, ഇവിടെ വന്ന നിങ്ങളും ഞങ്ങളും നിങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ. മുമ്പിലിരിക്കുന്ന ജാനു എടുത്തിട്ട് ചോദിക്കുകയാണ്, മനസ്സിലായെന്ന് ചോദിച്ചു. ജാനു എടുത്തി പറഞ്ഞു മനസ്സിലായി. അപ്പൊ അപ്പുറത്തുള്ള ജാനകി എടുത്ത് ചോദിക്കുക, എന്ത് മനസ്സിലായി? നമ്മക്കല്ല കുഴപ്പമൊന്നും മനസ്സിലായി. ഇപ്പൊ ഈ സ്വകാര്യ മേഖലയിലെ വിദേശ സർവകലാശാലകളെ കുറിച്ച് ചോദിച്ചപ്പോഴും അമ്മാതിരി വർത്താന പറഞ്ഞത്. ആ പുഷ്പന് നീതി കിട്ടാത്ത, നീതി കൊടുക്കാത്ത കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിലെ സാധാരണ CPM-കാരന് നീതി കൊടുക്കോ? നീ ചോദിക്കട്ടെ, നിങ്ങളെ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും വേണ്ടി നടന്ന ആളല്ലേ P. ജയരാജൻ?
ആ പി ജയരാജനെ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ പദവിയിൽ ശോഭന ജോർജ് ഇരുന്ന കസേരയിൽ കൊണ്ടുപോയി ഇരുത്തി. എന്താ ഒതുക്കാനുള്ള കാരണം? ജയരാജന്റെ പേരിൽ പി ജെ ആർമി ഒരു പാട്ടിറക്കി എന്നല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ പേരിൽ എത്ര പാട്ടിറക്കി? കാക്കയാണ്, പൂച്ചയാണ്, കഴുതയാണ്, കുതിരയാണെന്നൊക്കെ പറഞ്ഞ് പല പാട്ടും ഇറങ്ങിയില്ലേ? ഒരു കുഴപ്പമില്ല. കാരണം പാട്ട് പാടേണ്ടത് പിണറായി വിജയനെ കുറിച്ച് മാത്രമാണ്. പാർട്ടിക്ക് വേണ്ടി കൊല്ലാൻ നടന്ന പി ജയരാജന് കിട്ടാത്ത നീതി ഈ നാട്ടിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടുമോ? ഇനി ഞാൻ ചോദിക്കട്ടെ, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്തെല്ലാം വിയോജിപ്പുണ്ടെങ്കിലും അന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. ആ കോടിയേരി ബാലകൃഷ്ണന് നിങ്ങൾ നീതി കൊടുത്തോ? ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ കിടക്കുമ്പോ തന്റെ അവസാനത്തെ ആഗ്രഹമായി ഭാര്യ വിനോദിനി ബാലകൃഷ്ണനോട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എന്റെ സഖാക്കൾക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വെക്കണം. എന്റെ കർമ്മമണ്ഡലമാണ് അനന്തപുരി, തിരുവനന്തപുരം, അവിടെ കൊണ്ടുപോയി വെക്കണം. ഇത് പറഞ്ഞത് ലീഗല്ല, ഇത് പറഞ്ഞത് കോൺഗ്രസ് അല്ല, കോടിയേരിയുടെ പ്രിയതമ വിനോദിനി ബാലകൃഷ്ണനാണ്. കൊണ്ടുപോയി വെച്ചോ? നിങ്ങൾ കണ്ണൂരിൽ നിന്ന് നേരെ കൊണ്ടുവന്നു, ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു, പയ്യാമ്പലത്ത് പെട്ടെന്ന് സംസ്കാര ചടങ്ങ് നടത്തി. എന്തിനായിരുന്നു ഈ ധൃതി? എന്തേ നിങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മക്കൾക്കും മരുമക്കൾക്കും അമേരിക്കയിലേക്ക് പോകേണ്ടത് തൊട്ടു പിറ്റേ ദിവസമാണ്. ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോ. ടിക്കറ്റ് 2 ദിവസം മാറ്റിക്കൂടെ? ടിക്കറ്റ് 2 ദിവസം മാറ്റിയാൽ നിങ്ങളുടെ കീശയിൽ നിന്ന് പണം പോകോ? ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് ടിക്കറ്റിന്റെ പണം. അത് മാറ്റിയാലും അങ്ങനെ തന്നെയാണ്. എന്നിട്ടും എന്തേ നിങ്ങൾ ടിക്കറ്റും മാറ്റാത്തത്? മക്കൾക്ക് വിഷമാവും, മരുമക്കൾക്ക് വിഷമാവും. കോടിയേരിയുടെ അവസാനത്തെ ആഗ്രഹമല്ല പ്രശ്നം. മക്കളുടെ മുഖം ചുണിയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല. കോടിയേരിയുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓർത്തോ സഖാവേ? എന്താ മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം? മന്ത്രിസ്ഥാന, 2 കണ്ണായ വകുപ്പ്, പൊതുമരാമത്ത്, ടൂറിസവും 2 മന്ത്രിമാർ കൈകാര്യം ചെയ്ത വകുപ്പാണ്. കോടിയേരിയുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്ത സഖാവ് മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം തന്നെ സാധിപ്പിച്ചു കൊടുത്തു. അതിന്റെ ഗുണമുണ്ടായി. ഇവിടെ പെൻഷൻ കിട്ടുന്നില്ലല്ലോ, ശമ്പളം കിട്ടുന്നില്ലല്ലോ. അവസാനം ഇറങ്ങിയ ഉത്തരവ് നിങ്ങൾ നോക്ക്. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണകക്കൂടിക്ക് 3,76,000 രൂപ. ഞാൻ ആ ഉത്തരവെടുത്ത് പരിശോധിച്ച് നോക്കി, അവസാനിപ്പിക്കുകയാണ്. ആ ഉത്തരവിന്റെ അടിയിൽ ഒപ്പുവെച്ചത് പൊതുമരാമത്ത് മന്ത്രിയാ, പൊതുമരാമത്ത് വകുപ്പാ. മരുമോൻ അമ്മായിക്ക് കൊടുക്കുക, അമ്മായി മരുമോന് കൊടുക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ രാത്രിയിൽ മരുമകൻ വീട്ടിൽ റൂമിൽ കയറിയിട്ട് നിൽക്കുമ്പോൾ അമ്മായി വരും എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അമ്മ, എന്നിട്ട് ഒരു വാച്ച് കെട്ടിക്കൊടുക്കും. അപ്പൊ മരുമകൻ എന്ത് ചെയ്യും? അങ്ങോട്ട് ഒരു മോതിരം കൊടുക്കും. അതൊക്കെ ഇപ്പൊ എടുക്കപ്പെട്ടു പോയി. ഇവിടെ അമ്മായി മരുമകന് കൊടുത്തത് 2 മന്ത്രിസ്ഥാനം, മരുമോൻ അമ്മായി കൊടുത്തത് ചാണകക്കുഴി. 3,76,000 രൂപ ചാണകക്കുഴി, 45 ലക്ഷം രൂപന്റെ കാലിത്തൊഴുത്ത്, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള പശുക്കൾ. ഇതെല്ലാം എന്തിനാണ്? 4 ലിറ്റർ പാലിന് വേണ്ടിയിട്ടല്ലേ? കേരളം ഇത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് 4 ലിറ്റർ പാല് വാങ്ങിയാൽ പോരെ? അത് വാങ്ങാൻ ആ കെട്ടി ജലീലിനൊക്കെ ഏൽപ്പിച്ച് അയാൾ എല്ലാ ദിവസവും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. അയാൾ ഒരു പണിയില്ലാതെ നിൽക്കുകയാണ്. മുമ്പൊരാകെയുള്ള പണി ഓണത്തിന് തൂക്കുപാത്രമായിട്ട് പോവുക, എന്നിട്ട് ഓണത്തിന് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് പായസം വാങ്ങി തിരിച്ചു പോവുക. അങ്ങോട്ട് പോകുന്ന സമയം ഏതായാലും ഇത് കാലിപ്പാത്രമാണ്, അതിൽ പാലും ഉണ്ടായ പോരെ? അപ്പൊ തന്നെ 1 കോടിയോളം രൂപ കേരളത്തിന് ലാഭം ഉണ്ടാവും. ഈ സർക്കാരിനെ താഴിറക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ഈ നാട് കട്ടുമുടിക്കുന്നവരെ, ഒരു കുടുംബം മുഴുവൻ ഈ നാട് കട്ടുമുടിക്കുമ്പോ, അഴിമതി നടത്തുമ്പോ, ഇവിടെ RC ബുക്കിനും ലൈസൻസിനൊക്കെ അപേക്ഷ കൊടുത്തിട്ട് പൈസ അടച്ചിട്ട് കാത്തു നിൽക്കാൻ. ഇന്ന് രാവിലെയും എന്നോട് ഒരാൾ പറഞ്ഞു, കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് അടച്ചു, കിട്ടുന്നില്ലേ സാധനം. നിങ്ങൾ ഈ കടയിലൊക്കെ കയറി സ്റ്റാമ്പ് പേപ്പർ ചോദിക്കുക. സ്റ്റാമ്പ് പേപ്പർ 50 രൂപന്റെ സ്റ്റാമ്പ് പേപ്പർ ഇല്ല, 100 രൂപന്റെ സ്റ്റാമ്പ് പേപ്പർ ഇല്ല, 500 രൂപ, 50 രൂപന്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്നവനും 500 രൂപന്റെ വാങ്ങണം. എങ്ങനെയെങ്കിലും ഊറ്റിയെടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന്. ഈ ഊറ്റിയെടുക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോ അവന്റെ കാല് പിടിച്ചു വലിച്ച് അവന്റെ നെറുന്തല കടിക്കാനുള്ള അവസരമാണ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്കരനായ സുധാകരനെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നിങ്ങൾ വിജയിപ്പിക്കുക. അഭിവാദ്യങ്ങൾ. ജയ് UDF.